അഹ്ലുസുന്നയുടെ ആദർശ പ്രചരണ രംഗത്ത് വേറിട്ട സാന്നിധ്യം നാസിറു അഹ്ലുസുന്ന യൂട്യൂബ് ചാനൽ ഒരുക്കുന്ന പ്രത്യേക അഭിമുഖം. സുപ്രഭാതം, വിവാദങ്ങൾക്ക് വിരാമം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, സത്താർ പന്തല്ലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗൾഫ് സുപ്രഭാതം ലോഞ്ചിങ് കഴിഞ്ഞ സന്തോഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. മാധ്യമലോകത്ത് പുതിയ ഒരു വിപ്ലവം എന്ന പേരിലൊക്കെയാണ് ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ലോഞ്ചിങ് കർമ്മം നടന്നത്. പ്രിൻ്റഡ് മീഡിയയുടെ പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റു തിരക്കുകളിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഈ ഒരു പ്രിൻ്റഡ് മീഡിയയുമായി ഗൾഫ് സുപ്രഭാതം കടന്നു വരുന്നു. വലിയൊരു വെല്ലുവിളിയാണ് സുപ്രഭാതത്തിൻ്റെ മുമ്പിലുള്ളത്. സത്യത്തിൽ ഈ പ്രവാസ ലോകത്ത് ഗൾഫ് സുപ്രഭാതത്തിന് ഇനി പ്രസക്തിയുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി ചോദിക്കാനുള്ളത്. വാർത്തകളെ സത്യസന്ധമായി അറിയുക എന്നുള്ളതാണ് മാധ്യമങ്ങളെ അവലംബിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇന്ന് വാർത്തകൾ അറിയാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ, വിഷ്വൽ മീഡിയ ഒക്കെ സജീവമായി അതിൻ്റെ ഏറ്റവും സാങ്കേതികമായ സംവിധാനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു കാലമാണ്. പക്ഷേ അച്ചടി മാധ്യമങ്ങൾക്ക് തുടക്കം കുറിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ അന്ന് തുടക്കം കുറിച്ച 1800 തുടക്കം കുറിച്ച അച്ചടി മാധ്യമങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സാങ്കേതിക മികവ് എല്ലാ അർത്ഥത്തിലും നമ്മുടെയൊക്കെ രാജ്യങ്ങളെക്കാൾ കൂടുതലുള്ള അത്തരം പ്രദേശങ്ങളിൽ പോലും, രാജ്യങ്ങളിൽ പോലും പ്രിൻ്റഡ് മീഡിയക്ക് വലിയ പ്രാധാന്യം ഇന്നും നൽകി പോരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും ഒക്കെ അതൊക്കെ എഡിറ്റർമാരില്ലാത്ത മീഡിയകളാണ്. ഒക്കെ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന, ഒരുപക്ഷെ അടുത്ത സെക്കൻഡിൽ അത് മാറ്റി പറയുന്ന, അടുത്ത സെക്കൻഡിൽ ആ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിപ്പിക്കുന്ന മീഡിയകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും നിരന്തരമായി തെറ്റിദ്ധാരണകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അവിടെയാണ് വളരെ കരുതലോടുകൂടി എഡിറ്റ് ചെയ്ത് ആധികാരികമായ വാർത്തകൾ ഇന്നും ലഭ്യമാകുന്ന ഒരേ ഒരു മാധ്യമം അത് പ്രിൻ്റഡ് മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിൻ്റഡ് മീഡിയയുടെ പ്രസക്തി തീർച്ചയായിട്ടും ഇന്നും നിലനിൽക്കുന്നുണ്ട്, അത് വർദ്ധിച്ചു വരുന്നുണ്ട്. സത്യസന്ധമായ വാർത്തകൾ അവലംബിക്കുന്ന ആരും ഇന്നും ആശ്രയിക്കുന്നത് പ്രിൻ്റഡ് മീഡിയയാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾക്കിടയിൽ ഗൾഫ് സുപ്രഭാതത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എൻ്റെ ചോദ്യം, പ്രവാസ ലോകത്ത് പ്രത്യേകിച്ച് UAE-യിൽ 4ഓളം മലയാള പത്രങ്ങൾ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികളാണെങ്കിലും ജോലി തിരക്ക്, മറ്റു വായനക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു തലമുറ, പ്രത്യേകിച്ചും പുതുതലമുറ. ഈ ഒരു സാഹചര്യത്തിൽ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ വരവ് UAE-യിൽ ഈ വായനാ ലോകത്ത് എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുക? പുതിയൊരു രീതി ഗൾഫ് സുപ്രഭാതത്തിന് എങ്ങനെയാണ് ഇവിടെ സമർപ്പിക്കാൻ സാധിക്കുക? ഗൾഫ് സുപ്രഭാതം കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ചലനമുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഗൾഫ് സുപ്രഭാതത്തിൻ്റെ പ്രവർത്തനങ്ങൾ UAE-യിൽ ആരംഭിച്ചത് മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് കൂടുതൽ വരിക്കാരെ ചേർക്കാനും കൂടുതൽ വായനക്കാരിലേക്ക് എത്താനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായത്. തീർച്ചയായിട്ടും സുപ്രഭാതം ഇന്ന് മലയാളത്തിലെ പത്രപ്രവർത്തന മേഖലയിൽ ഒരു പുതിയ ഇടം നേടിയിട്ടുണ്ട്. അത് തീർച്ചയായും UAE-യിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരുപാട് വെല്ലുവിളികൾ പ്രവാസ ലോകത്ത് ഗൾഫ് സുപ്രഭാതം നേരിടേണ്ടി വരും. വരിക്കാരെ വിഷയങ്ങൾ, വായന, പ്രത്യേകിച്ചും എല്ലാത്തരം വായനക്കാരെയും പരിഗണിക്കേണ്ട ഒരു രീതി നാട്ടിലുള്ളതിനേക്കാളേറെ ഇവിടെ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടി വരും. ആ വെല്ലുവിളികളൊക്കെ എങ്ങനെയാണ് സുപ്രഭാതം മറികടക്കുക? അതിന് പ്രത്യേകിച്ച് പുതിയ ചിന്തകളും ഒരു പുതിയ ഐഡിയോളജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സുപ്രഭാതം സ്വീകരിക്കുന്നുണ്ടോ? വായനക്കാരുടെ താല്പര്യങ്ങൾ മാത്രമല്ല, അതിനേക്കാളപ്പുറം ഇന്ന് വലിയ തോതിൽ വാർത്താ മാധ്യമങ്ങൾ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗപ്പെടുന്ന ഒരു കാലമാണ്.
അപ്പം അതുകൊണ്ട് തന്നെ സത്യസന്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളെ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സുപ്രഭാതത്തിന് വലിയ റോള് നിർവഹിക്കാനുണ്ട്. ആ റോള് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതുതരം വായനക്കാർ അല്ലെങ്കിൽ എന്ത് വെല്ലുവിളികൾ എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും അത് ഈ പത്രപ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് മറികടക്കാൻ സാധിക്കും. എന്തായാലും സുപ്രഭാതത്തിന് യു എയിലെ മലയാളി വായനക്കാർക്കിടയിൽ നല്ലൊരു ഇടം ലഭിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതോടൊപ്പം പത്രത്തിന് നിലനിൽപ്പെന്ന് പറയുന്നത് പരസ്യങ്ങളാണല്ലോ. പ്രത്യേകിച്ചും ഇവിടെ നാട്ടിലേക്കാളേറെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പരസ്യങ്ങൾ പ്രത്യേകിച്ചും ഗൾഫ് സുപ്രഭാതത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നാട്ടിലുള്ള പല വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ പരസ്യങ്ങൾ വരുന്നതിലുള്ള അത്തരം പരസ്യങ്ങൾ ഇല്ലാതെ ഒരു ഗൾഫ് സുപ്രഭാതം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ആ വിഷയത്തിൽ എന്താണ് ഗൾഫ് സുപ്രഭാതത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. അല്ല, നമ്മുടെ നാട്ടിൽ 2014 സുപ്രഭാതം പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന കാലത്ത് തന്നെ അതിൻ്റെ സ്ഥാപക നേതാക്കളായ പാണക്കാട് സയ്യിദ്, ഹൈദരലി ശിഹാബ് തങ്ങൾ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കോട്ടുമല ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള അക്കാലത്ത് അതിൻ്റെ സ്ഥാപക നേതാക്കൾ തന്നെ വാർത്തയുടെ കാര്യത്തിലും പരസ്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു പോളിസി നിർണ്ണയിച്ചു തന്നിട്ടുണ്ട്. ആ പോളിസി അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോഴും സുപ്രഭാതം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതും പരസ്യം പ്രസിദ്ധീകരിക്കുന്നതും. അതേ പോളിസി തന്നെ യു എയിലും തീർച്ചയായിട്ടും തുടരും. വിവാദങ്ങൾ സ്വാഭാവികമാണ്, അതിൽ പല താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നല്ല രീതിയിൽ പത്രം പ്രസിദ്ധീകരിക്കുക, കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കുക, വായനക്കാർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സത്യസന്ധമായി വാർത്തകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ വഴി അത് മുന്നോട്ട് പോകും. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സുപ്രഭാതം. തീർച്ചയായും വർത്തമാന കാലഘട്ടത്തിൽ സുപ്രഭാതം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഒരുപാട് ആരോപണങ്ങൾ മറ്റു മീഡിയകൾ, പ്രിൻ്റഡ് മീഡിയ ആണെങ്കിലും ഓൺലൈൻ മീഡിയ ആണെങ്കിലും നേരിടാത്ത രൂപത്തിലുള്ള വലിയ വിവാദങ്ങളും ആരോപണങ്ങളുമാണ് സുപ്രഭാതം പ്രത്യേകിച്ചും പുതിയ ഒരു സാഹചര്യത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളിലൊക്കെ കുറച്ച് ദിവസങ്ങളായി വളരെ വൈറലായിക്കൊണ്ട് സുപ്രഭാതത്തിൻ്റെ പ്രവർത്തകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രൂപത്തിൽ ഒരുപാട് സംഘികൾ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് ചാരന്മാർ, അങ്ങനെ തന്നെ പറയാം, കാരണം സോഷ്യൽ മീഡിയയിൽ ആ രൂപത്തിലാണ് വാർത്തകൾ വരുന്നത്. സംഘികളും കമ്മ്യൂണിസ്റ്റ് ചാരന്മാരൊക്കെ സുപ്രഭാതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കയറിക്കൂടുകയും പത്രത്തെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശ്രമം സുപ്രഭാതത്തിലൂടെ ഇവരുടെ അജണ്ടകൾ നടപ്പാക്കുന്നു എന്ന വലിയൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സുപ്രഭാതത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നു വരിക, വിവാദങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മളതിന് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എത്രയോ മലയാള പത്രങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. അതിലൊക്കെ പല വാർത്തകളും ലേഖനങ്ങളും എഡിറ്റോറിയലൊക്കെ വരാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ചാനലുകളിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലൊന്നും വലിയ ചർച്ചയാവാറില്ല. സുപ്രഭാതത്തിൽ വരുന്ന വാർത്തകളും എഡിറ്റോറിയലുകളും മാത്രമല്ല, പരസ്യങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയാവുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം അത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ ഒരു കൂടി തെളിവാണ്. അതുകൊണ്ട് അത്തരം വിവാദങ്ങളൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പിന്നെ സംഘി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചാരന്മാർ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളിലൊന്നും ഒരു വസ്തുതയില്ല. സുപ്രഭാതത്തിൽ ജോലിയെടുക്കുന്ന, സേവനം ചെയ്യുന്ന നൂറുകണക്കിന് ജീവനക്കാരുണ്ട്. അതിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരുണ്ട്, വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നവരുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ജീവനക്കാരാണ് അതിൽ തൊഴിലെടുക്കുന്നത്. പക്ഷെ സുപ്രഭാതത്തിൽ അവർ നിർവഹിക്കേണ്ട ജോലി സുപ്രഭാതം മാനേജ്മെൻറ്റ് നിർണ്ണയിക്കുന്ന അതിൻ്റെ പോളിസി അനുസരിച്ച് മാനേജ്മെൻറ്റ് നിർദ്ദേശാനുസരണമാണ് അവരവിടെ ജോലി ചെയ്യുന്നത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ഉദ്ദേശിച്ചാൽ ഏതെങ്കിലും ഒരു വാർത്ത അതിൽ പ്രസിദ്ധീകരിക്കാനോ ഏതെങ്കിലും ഒരു വാർത്ത തിരസ്കരിക്കാനോ കഴിയില്ല. കാരണം ഒരു വാർത്ത കൈകാര്യം ചെയ്യുന്നത് ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ അല്ല. അത് ഒരു റിപ്പോർട്ടറുടെ വാർത്താ റിപ്പോർട്ടിങ്ങിന് ശേഷം അതിന് വിവിധ
പ്രോസസ്സ് പൂർത്തിയായതിനു ശേഷമാണ് അത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത്. ഒരു വാർത്ത 4 or 5 ആളാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് അത് പ്രസിദ്ധീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. സത്യത്തിലൊരു പ്രിന്റ് മീഡിയയിൽ ഒരു വാർത്ത വരുന്നതിൻ്റെ അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ വിവാദത്തിൻ്റെ പിറകിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ അത്തരത്തിലുള്ള ആരോപണങ്ങളിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ സൂചിപ്പിച്ചു സുപ്രഭാതത്തിൻ്റെ പോളിസി നിർമ്മാണത്തിൽ ആർക്കും ഇടപെടാൻ സാധിക്കില്ല, ജോലിക്കാർക്ക് ഇടപെടാൻ സാധിക്കില്ല, മാനേജ്മെൻറ്റിൽ നിക്ഷിപ്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം ഏറ്റവും പല പ്രമുഖ കേന്ദ്രങ്ങളിൽ നിന്നും പല വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയെക്കുറിച്ച് അത് വീണ്ടും വൈറലായി ഒരു വിഭാഗത്തിനെതിരെ തിരിഞ്ഞുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അവർ തന്നെ സുപ്രഭാതത്തിലേക്ക് വിളിച്ചന്വേഷിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചാരൻ അവിടെയുണ്ട്, അവരാണ് ഈ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ ആണ് അറിയാൻ സാധിച്ചത് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കേണ്ട വാർത്തകൾ. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിപ്പോൾ അടുത്ത് UAE-ലൊക്കെ ഉണ്ടായ വിവാദം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാട്ടിൽ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം, ആ ലേഖനം പ്രിന്റഡ് മീഡിയയിൽ പ്രസിദ്ധീകരിച്ചു. അതോടൊപ്പം സുപ്രഭാതത്തിൻ്റെ ഓൺലൈനും പ്രസിദ്ധീകരിച്ചു. ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ആ ലേഖനം ആ ലേഖകൻ്റെ ഫേസ്ബുക്കിൽ പോലും അന്ന് പ്രസിദ്ധീകരിച്ചതാണ്. ഓൺലൈനിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കാർഡ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ കാർഡ് അന്ന് പ്രസിദ്ധീകരിച്ച ആ കാർഡ് ആരോ എടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അത് നേരത്തെ സുപ്രഭാതത്തിൽ വന്ന വാർത്തയാണ്, ലേഖനമാണ്. ആ ലേഖകൻ്റെ അംഗീകാരത്തോടു കൂടി വന്ന ആ നിലക്കാണ് അത് പ്രസിദ്ധീകരിച്ചത്. ആ ലേഖകൻ തന്നെ ഇതേ കാർഡ് തൻ്റെ ഫേസ്ബുക്കിൽ തന്നെ അന്ന് പോസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത്. ഇന്നൊരു പക്ഷെ അദ്ദേഹത്തിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരോ ആ കാർഡ് ഇന്ന് വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചു, അത് പ്രചരിപ്പിച്ചു. ഈ പ്രചാരണം നടത്തിയത് സുപ്രഭാതത്തിൻ്റെ അധികൃതരാണ് എന്ന രീതിയിലുള്ള ഒരു ദുരാരോപണമാണ് ബന്ധപ്പെട്ട ആളുകൾ ഉന്നയിച്ചത്. അത് സംബന്ധമായിട്ട് അത് പുറത്ത് പ്രചരിപ്പിച്ചത് സുപ്രഭാതത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ചാരൻ എന്ന രീതിയിലൊക്കെയുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ സുപ്രഭാതത്തിലുള്ള ഒരു ജീവനക്കാരൻ്റെ പേര് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. ആ ജീവനക്കാരൻ വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. നാട്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രാദേശികമായ എന്തൊരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സുപ്രഭാതത്തിൻ്റെ ജോലിയെയോ അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ പ്രവർത്തനങ്ങളൊന്നും സ്വാധീനിക്കുകയോ ബാധിക്കുന്ന കാര്യമല്ല. സുപ്രഭാതത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുപ്രഭാതത്തിൻ്റെ മാനേജ്മെൻറ്റ് നിർണ്ണയിക്കപ്പെടുന്ന പോളിസി അനുസരിച്ചുകൊണ്ട് പത്രപ്രവർത്തനം നടത്തുക, പ്രസിദ്ധീകരിക്കുക, വാർത്തകൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അതുപോലെ സുപ്രഭാതം നേരിടുന്ന മറ്റൊരു ആരോപണം, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം, ഇടത് അനുകൂല നിലപാടിലൂടെയാണ് ഇപ്പോൾ സുപ്രഭാതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ആ വിഷയം വളരെ വ്യാപകമായ രൂപത്തിൽ സുപ്രഭാതത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടൊരു വിഷയമാണ്. സത്യത്തിൽ ഇടത് അനുകൂല നിലപാട് ഉണ്ടോ സുപ്രഭാതത്തിന്? ഇങ്ങനെ ചോദിക്കുന്നതിലാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം സുപ്രഭാതം ദിനപത്രം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. സംഘടനയ്ക്ക് രാഷ്ട്രീയമല്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്ന്. അപ്പോൾ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല പറയുമ്പോൾ സ്വാഭാവികം സുപ്രഭാതത്തിന് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വം അല്ലെങ്കിൽ വിരോധം ഒന്നും ഉണ്ടാവില്ല. പുറത്ത് സുപ്രഭാതം സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ അക്കാലത്തെ നേതാക്കന്മാർ പലരും മരണപ്പെട്ടു പോയി. ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, അവരുടെ ഖബറുള്ളാഹു പ്രകാശപൂർവ്വമായി കൊടുക്കുവാനായിട്ട് ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് നവറുല്ലാഹു മർക്കദ, അവരൊക്കെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു പോളിസി ഉണ്ട്, ഈ പത്രം എങ്ങനെ നടത്തണമെന്ന്.
പത്രം 2 നിലയിലാണ് നമ്മുടെ നാട്ടിലൊക്കെ നടത്തി വരുന്നത്. ഒന്ന് സംഘടനാ പത്രം, മറ്റൊന്ന് പൊതുപത്രം. സംഘടനാ പത്രം എന്ന് പറഞ്ഞാൽ ദേശാഭിമാനി പോലെ. ദേശാഭിമാനി പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായ വാർത്തകൾ തമസ്കരിക്കും. കാരണം സംഘടനാ പത്രമാണ്. ചന്ദ്രിക പോലെ, ചന്ദ്രിക പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ വാർത്തകൾ ഹൈലൈറ്റ് ചെയ്യും. അതിൻ്റെ പ്രതിയോഗികളുടെ വാർത്തകൾ പൊതുവെ എന്ത് ചെയ്യും, ദുർബലമാക്കി അവതരിപ്പിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ അവതരിപ്പിക്കൂല. ഇങ്ങനെ ഈ ഗണത്തിൽ പെടുത്തണോ സുപ്രഭാതം സമസ്തയുടെ സമ്മേളനങ്ങളും സമസ്തയുടെ വാർത്തകൾ വലിയ പ്രാധാന്യം കൊടുക്കുക, പ്രതികൾ തീരെ കൊടുക്കാതിരിക്കുക, അങ്ങനെ ആവണോ എന്ന കാര്യം ചിന്തിച്ചപ്പോൾ അത് തയ്യാറാക്കിയൊരു പോളിസി ഇതാണ്. ഈ പത്രത്തിന് പൊതുമുഖം കൊടുക്കുക. അതായത് മാതൃഭൂമി പോലെ, മനോരമ പോലെ. എന്നാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ ബന്ധം നിമിത്തം മുസ്ലിം ലീഗിന് കുറച്ചൊരു പ്രാധാന്യം വാർത്തകൾ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് പോളിസി. ഇതുപോലെ നടത്തിപ്പുകാർ സമസ്തക്കാരെന്നതിൽ സമസ്തയുടെ വാർത്തകൾക്കും പോഷക വാർത്തകൾക്കും ഇത്തിരി പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. എന്നാൽ മുസ്ലിം ലീഗും സമസ്തയല്ലാത്ത വിഭാഗങ്ങളുടെ വാർത്തകളും ലേഖനങ്ങളും അതുമൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പൊതുമുഖം നൽകുക എന്നാണ് ഈ പോളിസി. അങ്ങനെ പോളിസി അനുസരിച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായും, കാരണം അതിൽ മറ്റ് പാർട്ടിക്കാരുടെ വാർത്തകളും ലേഖനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് തോന്നുകയാണ്, കാരണം മുസ്ലിം ലീഗിൻ്റെതല്ലാത്തൊരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെതല്ലാത്തൊരു ലേഖനം വരുമ്പോൾ എന്താണ് ഇപ്പോൾ ഇത് സമസ്തൻ്റെ പത്രത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്, അപ്പോൾ മാർക്സിസ്റ്റുകാരുണ്ടോ എന്ന് തോന്നുകയാണ്. സത്യത്തിൽ ഈ പോളിസി എന്താണോ സാധാരണക്കാരായ ആളുകൾക്ക് അറിയാത്തതാണ് പ്രശ്നം. ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്തിൽ ആവശ്യത്തിന് പോയതാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവർ വിളിക്കുന്നുണ്ട്. ഇന്നെന്താണ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ നേതാവിൻ്റെ ലേഖനം സുപ്രഭാതത്തിൽ വന്നിട്ടുള്ളത് കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. ഇവർ കണ്ട കാര്യം അതുപോലെ പറയുന്ന ആളാണ്. തങ്ങളെ ഞാൻ പത്രം കണ്ടിട്ടില്ല, ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് എന്ന് പറഞ്ഞു. രാവിലെ ആയിരുന്നു. ഇന്ന് അന്വേഷിപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അടിയന്തരമായിട്ട് നവാസ് പൂനൂരാണെന്ന് മാനേജിംഗ് എഡിറ്റർ, അദ്ദേഹത്തെ വിളിച്ചു. എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അങ്ങനെ ലേഖനം ഉണ്ടോ ചോദിച്ചു. തങ്ങൾ ഇനി വിളിച്ചു, അത് പ്രശ്നമാക്കണ്ട, ഞാൻ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വിളിക്കാൻ സാധ്യതയില്ല. ഇലക്ഷൻ കാലഘട്ടമാണ്. ഇലക്ഷൻ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെ ലേഖനം കൊടുക്കും. അതേസമയം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ലേഖനങ്ങൾക്ക് എക്സ്ട്രാ മികവ് കൊടുക്കും. അപ്പോൾ 2 ലേഖനം മറുഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ 3 ലേഖനം ഇപ്പുറത്ത് കൊടുക്കും. ഞാനത് എണ്ണി പറഞ്ഞു കൊടുത്തു. ഇന്ന ആഴ്ച ഇന്ന ലേഖനം വന്നു, ഇന്ന ആഴ്ച ഇന്ന ലേഖനം വന്നു, ഇന്നിപ്പോൾ ഈ വിഭാഗത്തിൻ്റെ ലേഖനം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് തങ്ങളെ പറഞ്ഞു. അങ്ങനെ പ്രശ്നമല്ല, എന്നെ കുറച്ച് ആൾക്കാരെ വിളിച്ച് പറഞ്ഞാണ് തങ്ങൾ പറഞ്ഞു. അങ്ങനെ തങ്ങളേതായാലും ഞാൻ വിളിച്ചു. അതുകൊണ്ട് ആ പ്രശ്നമില്ല, നവാസിനെ വിളിച്ചു തന്നു. നവാസിന് പറഞ്ഞു നിങ്ങൾ തങ്ങൾ പ്രശ്നം തീർത്തു. ഇതാണ് സത്യം. കാരണം മറുവിഭാഗത്തിൻ്റെ ലേഖനങ്ങളോ മറുവിഭാഗത്തിൻ്റെ ഒരു പ്രധാന സംഭവത്തിൻ്റെ വാർത്ത വരുമ്പോൾ നമ്മുടെ ആളുകൾ എന്ത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റുകൾക്കും കൊടുക്കുന്നുണ്ടല്ലോ, ചന്ദ്രിക പോലെ അല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിസ്റ്റ് ചായ്വ് പത്രത്തിൻ്റെ ഇടത് ചായ്വ് ഉണ്ടെന്ന് തോന്നുകയാണെന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ അവർ വാർത്തകൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടല്ല അവർ ലേഖനങ്ങൾ ചിലത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ വരാൻ ഇടയാക്കുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞാണ് പോളിസി. ശരിക്കും പറഞ്ഞാൽ സമസ്തക്കും മുസ്ലിം ലീഗിനും ഒക്കെയാണ് ഈ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പോളിസി ഉള്ളത്. അതേസമയം മറ്റുള്ള വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യവും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുക എന്ന നിലപാടാണ് നിലവിലുള്ളത്. അത് പത്രം എവിടെ നോക്കിയാലും കാണാനും സാധിക്കും. ഇത് ഈ വിഷയത്തിൽ ഈ ഇടതുപക്ഷ ചായ്വാണ് സുപ്രഭാതത്തിൽ എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, അടുത്ത കാലത്തായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഒരു നിലക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില നടപടികൾ, പ്രധാനമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ജെൻഡർ ന്യൂട്രാലിറ്റി അത് പാഠ്യപദ്ധതികളിലും പാഠ്യേതരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും നടപ്പിലാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നു. അതിനൊരു കേവല വിമർശനം മാത്രമല്ല ഉന്നയിച്ചത്, അതുമായി ബന്ധപ്പെട്ട ആശയപരമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ട് സർക്കാർ അതിൻ്റെ നടപടിക്രമങ്ങളിലൊക്കെ സ്വീകരിച്ച എല്ലാ പൊള്ളത്തരങ്ങളും കൃത്യമായി തുറന്നു കാണിക്കുന്ന സമീപനം സുപ്രഭാതം സ്വീകരിച്ചു. കാരണം അവരുടെ ആശയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിച്ച സമയത്ത് അതിനെതിരെ കൃത്യമായി പത്രത്തിലൂടെ ഒരു വലിയ ബോധവൽക്കരണം തന്നെ സുപ്രഭാതം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ്
ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ ഒരു സംഭവം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ വിവിധ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ ഈരാറ്റുപേട്ടയിലെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പരിസരത്ത് കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നതുമായി ബന്ധപ്പെട്ടൊരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൽ കേസെടുത്തത് മുഴുവനും മുസ്ലിം കുട്ടികളുടെ പേരിലായിരുന്നു. ആ കേസെടുത്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന് പല പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. അവിടെ കളിച്ചിരുന്ന കുട്ടികൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ കേസെടുത്ത് മുസ്ലിം കുട്ടികൾക്ക് നേരെ മാത്രമാണ്. ഇത് മുസ്ലിം സംഘടനാ യോഗത്തിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞത്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് അവിടുത്തെ മുസ്ലിം സംഘടനകളും മഹല്ല് ജമാഅത്തുകളൊക്കെ വലിയ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നു. ഈ കാര്യത്തിൽ സുപ്രഭാതം എഡിറ്റോറിയൽ എഴുതിയെന്ന് മാത്രമല്ല, അത് സംബന്ധമായിട്ട് നിരവധി ഫോളോ അപ്പ് വാർത്തകൾ കൊടുത്തുകൊണ്ട് സർക്കാർ ആ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ആ കേസിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന തലത്തിലേക്ക് വരെ ആ വിഷയം എത്തിക്കുന്ന സുപ്രഭാതം ഇടപെട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇടതുപക്ഷ ചായ്വെന്ന് ആരോപിക്കുമ്പോൾ തന്നെ പലപ്പോഴും മറ്റു പല മുസ്ലിം സംഘടനകളോ മുസ്ലിം പത്രങ്ങളോ പോലും ഉന്നയിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ ഉന്നയിക്കാൻ ധൈര്യം കാണിച്ചത് സുപ്രഭാതമായിരുന്നു എന്നുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം സുപ്രഭാത് ഒരു എഡിറ്റോറിയൽ എഴുതി. അത് മലബാറിലെ ഉപരിപഠനത്തിൽ ഉള്ള നമ്മുടെ കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. +1 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് എല്ലാ വർഷവും SLC പരീക്ഷയുടെ ഫലം വരുമ്പോൾ മലബാർ ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ വലിയ സമരം നടക്കാറുണ്ട്. ആ വിദ്യാഭ്യാസ പ്രശ്നം ഇന്നുവരെ പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അത് താൽക്കാലികമായി കുറച്ച് സീറ്റ് അനുവദിക്കും, താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും എന്നല്ലാതെ ഒരു ശാശ്വത പരിഹാരത്തിന് സർക്കാർ മുന്നോട്ട് വരാറില്ല. നമ്മുടെ സംഘടനകളൊക്കെ SKSF മറ്റുമൊക്കെ ശക്തമായ സമരം നടത്തുമ്പോൾ തന്നെ സുപ്രഭാതം ആ വിഷയത്തിൽ അതിൻ്റെ കൃത്യമായ കണക്കുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സർക്കാരിന് ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് സുപ്രഭാതമാണ്. സുപ്രഭാതത്തിന് ഇടതുപക്ഷ അനുകൂല നിലപാടില്ല എന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ അനുകൂലമായ പരസ്യങ്ങളാണ് കൂടുതൽ വന്നത് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആരോപണം. അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഒരു പരസ്യവും സുപ്രഭാതത്തിൽ വന്നിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ ഇടതുപക്ഷത്തിനോടുള്ള ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ആ ഒരു രൂപത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നേരത്തെ അവിടെ സൂചിപ്പിച്ചു, നമ്മുടെ പത്രത്തിന് ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് സ്റ്റാഫിനോ അവർക്ക് തോന്നിയ വിധത്തിൽ പത്രം ഇറക്കാൻ പറ്റില്ല. അത് വാർത്തയുടെ കാര്യത്തിലാവട്ടെ പരസ്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ കൃത്യമായ ഒരു പോളിസി ബേസ്ഡ് ആയിക്കൊണ്ട് അതിലെ ജീവനക്കാർക്ക് എന്തും ചെയ്യാൻ പാടുള്ളൂ. 2014 സെപ്റ്റംബർ 1 സുപ്രഭാതം പിറവിയെടുക്കുന്നത്. ഈ പത്രം പുറത്തിറങ്ങുന്നതിൻ്റെ മുമ്പേ ഇതിൻ്റെ പോളിസി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പോളിസിയിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം, ഇതൊരു പൊതുപത്രം എന്ന കാഴ്ചപ്പാടാണ്. ബഹുമാന്യനെ കൂട്ടുമല ബാപ്പ മുസ്ലിയാരായിരുന്നു പ്രഥമ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘദൃഷ്ടിയുടെ ഒരു മകുടോദാഹരണം കൂടിയാണ് അന്ന് അദ്ദേഹം ആ പോളിസി തയ്യാറാക്കിയ സമയത്ത് ഇതൊരു പൊതുപത്രമാണ് എന്ന് ആദ്യമേ എഴുതി വെച്ചത്. അദ്ദേഹം മാത്രമല്ല, നംസൽ ജമിയത്തുൽ ഉലമയുടെ അന്നത്തെ പ്രാമാണികരായ പണ്ഡിത ശ്രേഷ്ഠരൊക്കെ ആ പോളിസിയിൽ പങ്കാളികളാണ്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അദ്ദേഹമായിരുന്നു മുഖ്യ രക്ഷാധികാരി. ചെറുശ്ശേരി ഉസ്താദ്, കാളമ്പാടി ഉസ്താദൊക്കെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ്. ആ പോളിസി പ്രകാരമാണ് പിന്നീട് പത്രം മുന്നോട്ട് പോയത്. അത് നേരത്തെ തയ്യാറാക്കിയ ഒരു പോളിസിയാണ്. ആ പോളിസി പ്രകാരം കൃത്യമായി പറയുന്നത്, വാർത്തയിൽ പ്രത്യേകിച്ചുകൊണ്ട് ഏതെങ്കിലും വിഭാഗത്തെ തമസ്കരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കാനോ സുപ്രഭാതത്തിൻ്റെ പോളിസി അനുവദിക്കുന്നില്ല. അതേസമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗം അണിയറുന്നൊരു പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. അതുപോലെ തന്നെ വിശ്വാസപരമായി കേരളത്തിലെ മുസ്ലിങ്ങളിലെ സിംഹഭാഗം അണിയറുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനമായ സംസ്ഥാന ജമിയത്തുൽ ഉലമയാണ്.
ഈ രണ്ട് സംഘടനകൾക്ക്, സമസ്തക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ചെറിയൊരു പ്രയോറിറ്റി വാർത്തയിൽ കൊടുക്കാം എന്ന് നമ്മുടെ പോളിസിയുടെ ഭാഗമാണ്. അതോടൊപ്പം കൃത്യമായി പറയുന്നുണ്ട് എല്ലാ വിഭാഗത്തിൻ്റെയും പരസ്യം കൊടുക്കാം. ഒരു പത്രം മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായ വരുമാനം എന്ന് പറയുന്നത് ദൈനംദിന പത്രം വിറ്റ് കിട്ടുന്ന കാശല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരസ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് സുപ്രഭാതത്തെ മാത്രമല്ല ഏത് പത്രത്തെയും മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോളിസി തയ്യാറാക്കിയപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരസ്യം സ്വീകരിക്കാമെന്നതാണ് നമ്മുടെ പോളിസി. ഈ പ്രാവശ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതൊരു പുതിയ സംഭവമായിക്കൊണ്ട് ഇവിടെ ചിത്രീകരിക്കുക. ഇടതുപക്ഷത്തിൻ്റെ പരസ്യം കൊടുത്തു. 2014 ശേഷം നടന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലും അതാത് സന്ദർഭങ്ങളിൽ ഇടതിൻ്റെയും വലതിൻ്റെയും ഒക്കെ പരസ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം മാത്രമല്ല, ഒരുപാട് പരസ്യങ്ങളാണ് വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെയും UDFൻ്റെയും LDFൻ്റെയും ഒക്കെ പരസ്യങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പോളിസിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആർക്കും അന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം നടന്നതും അത് തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ പരസ്യം വന്നിട്ടുണ്ട്. അതേസമയം UDFൽ കോൺഗ്രസിൻ്റെ പരസ്യം മാത്രമാണ് നമുക്ക് ലഭിച്ചത്. മുസ്ലിം ലീഗിൻ്റെ പരസ്യത്തെ തമസ്കരിച്ചു, കൊടുത്തില്ല എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട്. കിട്ടാത്ത പരസ്യം എങ്ങനെയാണ് സുപ്രഭാതത്തിന് കൊടുക്കാൻ കഴിയുക? മുസ്ലിം ലീഗ് പരസ്യം തന്നിട്ടില്ല. തരാമെന്ന് പറഞ്ഞെങ്കിലും അവസാന നിമിഷം അവർ പരസ്യത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ പരസ്യമാണ് കിട്ടിയത്. കോൺഗ്രസിൻ്റെ AICCയുടെ പരസ്യം ലഭിച്ചു. അത് രണ്ടും ഈ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ UDFൻ്റെയും ഭാഗമായ മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും അതുപോലെ തന്നെ CPMൻ്റെ നേതൃത്വത്തിലുള്ള LDFൻ്റെയും ഒക്കെ പരസ്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കൊടുത്ത പരസ്യം മാത്രം എന്തിന് വിവാദമായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പത്രം തുടങ്ങിയ അന്ന് മുതൽ അല്ലെങ്കിൽ പത്രം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സുപ്രഭാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ബോധപൂർവമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് UDFൻ്റെ പരസ്യം കൊടുത്ത് മുസ്ലിം ലീഗിൻ്റെ പരസ്യം കൊടുത്തില്ല എന്നൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുപ്രഭാതത്തിനെതിരെ വിമർശനം നടത്തുന്നത്. അത് പ്രത്യേകമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പരസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഉസ്താദിൻ്റേതായി പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. സുപ്രഭാതത്തിൽ കൃത്യമായി ആദർശബന്ധിതമായ പരസ്യങ്ങൾ മാത്രമേ വരുള്ളൂ, സുന്നത്ത് ജമാഅത്തിന് നിരക്കാത്ത ഒന്നും വരില്ല എന്ന രീതിയിൽ ഉസ്താദിൻ്റേതായൊരു എഴുത്ത് പ്രചരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും പുതിയ കാലത്ത് നിലനിൽക്കുകയാണ്. സുപ്രഭാതത്തിൽ വന്ന പല ബാങ്കിൻ്റെ പരസ്യങ്ങളും മറ്റു പലതും അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് വിശദീകരിക്കാനുള്ളത്? ഉസ്താദിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ എഴുതിയിട്ടില്ല, എവിടെ പ്രചരിപ്പിച്ചിട്ടില്ല. സുന്നത്ത് ജമാഅത്തിനെതിരായ ആദർശത്തിനെതിരായ പരസ്യങ്ങൾ ഒന്നും ഇതിൽ വരില്ല എന്ന് എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയത് വളരെ കൃത്യമാണ്. ഒരു പത്രമാണ്. ആ പത്രം തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ മുസ്തഫ മാഷ് പറഞ്ഞതുപോലെ പത്രം തുടങ്ങുന്ന സമയത്ത് ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് തരം പരസ്യങ്ങൾ കൊടുക്കാം. ഇപ്പോൾ സ്ത്രീകളെ ഫോട്ടോ ശരിക്ക് വരെ കൊടുക്കേണ്ടി വരും. അന്ന് ചർച്ച ചെയ്ത ഉസ്താമ ചർച്ച ചെയ്യുമ്പോൾ നമ്മളുണ്ട് അവിടെ. അന്ന് ഉദാഹരണം പറഞ്ഞത് നമ്മൾ സോണിയാഗാന്ധി കേരളത്തിൽ വന്നു, കോഴിക്കോട് പ്രസംഗിക്കുകയാണ്. സോണിയാഗാന്ധി പ്രസംഗിക്കുന്ന പടം കൊടുക്കേണ്ടിയല്ലേ? കൊടുക്കേണ്ടി വരും. സോണിയാഗാന്ധിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൈയുണ്ടോ? ഡ്രസ്സിലില്ല. തലയിൽ തട്ടുണ്ടോ? ഇല്ല. ഇത്തരം ഫോട്ടോ നമ്മൾ കൊടുക്കാൻ പറ്റുമോ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച്? എങ്ങനെ? അപ്പോൾ പത്രമാണെങ്കിൽ ആ വാർത്ത കൊടുക്കേണ്ടി, ആ പടം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പടം നമ്മൾ കൊടുക്കണം. കാരണം ആഭാസകരമായ ചിത്രമൊന്നുമല്ലല്ലോ, കൊടുക്കണം, പടമാണ്. എന്നാൽ ഹൈ ജമ്പിൽ ഒരു പെണ്ണിന് ഫസ്റ്റ് കിട്ടി. ആ പെണ്ണ് വെറും അണ്ടർവെയർ ആയിട്ട് ഉണ്ടാകുക. അത് പടം കൊടുക്കാൻ പറ്റുമോ? അപ്പം അത്തരം പടം മാറ്റി വെച്ചിട്ട് ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് ആ പെൺകുട്ടീൻ്റെ നല്ലൊരു പടം നോക്കിയിട്ട് എടുത്തിട്ട് ഡ്രസ്സുള്ള പടം കൊടുക്കുക. ഇങ്ങനെ സ്ത്രീകളുടെ പടം തീരെ കൊടുക്കാൻ പാടില്ല എന്നോ പിന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെതല്ലാത്ത ഒരു ചിത്രങ്ങളും വരാൻ പാടില്ല എന്നൊന്നും പത്രത്തിൽ തീരുമാനിച്ചില്ല. പത്രത്തിൻ്റെ പോളിസി അനുസരിച്ച്
ഞാൻ എഴുതിയെന്ന് നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ ആ പറഞ്ഞു കേട്ടതായിരിക്കും, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. പലിശയുടെ പരസ്യം കൊടുക്കൂല, ആഭാസകരമായ സ്ത്രീകളുടെ ചിത്രം കൊടുക്കൂല, സിനിമയുടെ പരസ്യം കൊടുക്കൂല, ലോട്ടറിയുടെ പരസ്യം കൊടുക്കൂല. ഇങ്ങനെ ഇസ്ലാമിന് എതിരായ പരസ്യങ്ങൾ നൽകൂല എന്നാണ് ഉണ്ടാക്കിയ പോളിസി എന്നാണ് പറഞ്ഞത്. ആ പോളിസിയിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനപാവാതമായി ചില ആഭാസകരമായ ചിത്രങ്ങൾ, പരസ്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഈ പത്രത്തിന് നിലവിൽ 7 എഡിഷൻ ഉണ്ടായതിപ്പോൾ ഇന്ന് 8 എഡിഷനായി മാറിയല്ലോ. ഒരു എഡിഷനിൽ തന്നെ ഒരുപാട് പേജുകൾ പത്രത്തിലുണ്ടാവും. പേജുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് 10 12 പേജാണെങ്കിലും 14 പേജാണെങ്കിലും അതിന് വ്യത്യസ്ത സ്പ്ലിറ്റ് പേജുകൾ ഉണ്ടാവും. മലപ്പുറത്തിന് പേജാണെങ്കിൽ പെരിന്തൽമണ്ണയ്ക്ക് വേറെ പേജായിരിക്കും, നിലമ്പൂരിന് വേറെ പേജായിരിക്കും, ജില്ലയിൽ തന്നെ വിവിധ പേജുകൾ ഉണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ ടോട്ടലി നിരവധി പേജുകൾ ഒരു ദിവസം വരും. ഈ പേജുകളൊക്കെ പരസ്യം ഉണ്ടാവും. അപ്പോൾ ഇത് സൂക്ഷ്മമായി ഈ പത്രം, ഈ ചിത്രം, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ മോശമായ ചിത്രങ്ങളാണ്, പടങ്ങളാണ് പരസ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പോളിസി നടപ്പാക്കുന്ന സമയത്ത് ഈ ചിത്രം ആഭാസകരമാണോ അല്ലെ നിർണ്ണയിക്കുന്നിടത്ത് ചില സമയത്ത് അവിടുത്തെ ജീവനക്കാർക്ക് അപാകത വന്നിട്ടുണ്ട്. അപൂർവ സംഭവങ്ങളാണത്. അല്ലെങ്കിൽ വളരെ വൈകി കിട്ടുന്ന ചില പരസ്യങ്ങൾ അത് നോക്കി തീരുമാനിക്കാൻ സമയമില്ലാത്ത സമയത്ത് അവരെ കാഴ്ചപ്പാടനുസരിച്ച് വന്ന ഒറ്റപ്പെട്ട കേസുകളുണ്ട്. അങ്ങനത്തെ 3-4 ചിത്രങ്ങൾ വന്നിട്ടുണ്ട്, അത്ര മാന്യമല്ലാത്ത ചിത്രങ്ങൾ. ആ ചിത്രങ്ങളാണ് ഈ എടുത്തു കാണിക്കുന്നത്. 100 കണക്കിന് 1000 ചിത്രങ്ങൾ ഈ 10 കൊല്ലത്തിനകം പരസ്യത്തിൽ വന്നപ്പോൾ 3-4 ചിത്രങ്ങൾ എടുത്തിട്ട് ഈ സ്ത്രീയുടെ ചിത്രം അത്രമാത്രം മാന്യമായിട്ടില്ല, അതെങ്ങനെ വന്നു, ഇത് നയത്തിനെതിരല്ലേ എന്ന് ചോദിച്ചാൽ അപാകത സംഭവിച്ചതാണെന്നും തീർച്ചയായും അത് മറുപടിയതാണ്. ആ സമയത്ത് ആ ബന്ധപ്പെട്ടവരെ വിളിച്ച് അന്വേഷിക്കുകയും ശാസിക്കുകയും വീണ്ടും വരാതിരിക്കാൻ ഉറപ്പുവരുത്താൻ വേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ സത്യം. രണ്ടാമത്തെ കാര്യം, ബാങ്കുകളുടെ പരസ്യം വന്നില്ലേ എന്നാണ് ചോദ്യം. ബാങ്കുകളുടെ പരസ്യം വരില്ല എന്ന് ഞാൻ എഴുതിയില്ല, കാരണം പോളിസിയിലുമില്ല. പലിശയുടെ കാര്യങ്ങൾ വരാൻ പാടില്ല എന്നാൽ ബാങ്ക് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലേ. അങ്ങനെ ബാങ്കിന് നമുക്ക് കൈയൊഴിക്കാൻ പറ്റുക? നമ്മൾ പാവപ്പെട്ട ആൾക്ക് 100 രൂപ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ ബാങ്കിൻ്റെ സഹായമാണ്, അക്കൗണ്ട് വേണ്ടേ. ഏതിനും ബാങ്കിനെ ആശ്രയിക്കണം. മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർണായകമായൊരു ഘടകമാണ് ബാങ്ക്. ആ ബാങ്കിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും മാറ്റും. ബാങ്കിൽ പലിശ അധിഷ്ഠിതമായ ഇടപാടുകൾ മാത്രമാണ് ഇസ്ലാമിൽ നിരക്കാത്തുള്ളത്. അപ്പോൾ ഒരു ബാങ്ക് ഉദ്ഘാടനത്തിൻ്റെ പരസ്യം ഓക്കെ, ഫെഡറൽ ബാങ്കിൻ്റെ ഈദാശംസകൾ, അത്ര ചില പരസ്യങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. ഇത് എന്താ വെച്ചാൽ പുകമറ സൃഷ്ടിച്ച് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതല്ല പലിശ അധിഷ്ഠിതമായ പരസ്യം എന്നാൽ വന്നിട്ടില്ലേ, ഒരു വട്ടം വന്നിട്ടെന്ന എൻ്റെ ഓർമ്മ. അത് ബന്ധപ്പെട്ട് അന്വേഷിച്ച് എങ്ങനെ സംഭവിച്ചത് കണ്ടെത്തുകയും അതിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അപാകതകൾ ഒറ്റപ്പെട്ട സമയത്ത് വന്നത് ക്രോഡീകരിച്ചാണ് ഇതിന് മറുപടി പറയുന്നത്. പക്ഷെ അങ്ങനെ പ്രചരിപ്പിച്ചാലും ശരി, പോളിസി ഉറച്ചു നിന്നുകൊണ്ട് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും തുടരും. ആരോപകർക്ക് ആരോപിക്കാം. സുപ്രഭാതം ആദരണീയരായ നേതാക്കൾ ഉണ്ടാക്കിയ പോളിസി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. എവിടെയെങ്കിലും അപാകത വന്നാൽ ഇൻഷാ അല്ലാഹ് തിരുത്തും. ഇതാണ് അതിൻ്റെ സത്യം. നമ്മുടെ പോളിസി പ്രകാരം പലിശ വ്യക്തമായി പറയുന്ന പരസ്യങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. അതിന് അപവാദമായി പലിശ എന്നൊരു പദപ്രയോഗം വരുന്ന ഒരു പരസ്യം വന്നതായിട്ടാണ് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 10 വർഷക്കാലത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ ഒരു സ്ഥാപനം അതിൻ്റെ ജാക്കറ്റ് പരസ്യം കൊടുത്തു. സ്ഥാപനങ്ങൾ പരസ്യം കൊടുക്കുന്ന സമയത്ത് ആ പരസ്യ ചെലവിനുള്ള സംഖ്യ സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പരസ്യം ശേഖരിച്ചുകൊണ്ടാണ് അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക. കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ ആ സ്ഥാപനം അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമായി ഇറക്കിയ ജാക്കറ്റ് പരസ്യത്തിലാണ് ഒരു ചെറിയ പരസ്യം, 2-3 കോളമുള്ള ചെറിയൊരു പരസ്യം. ആ പരസ്യമാണ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലിശ എന്നൊരു പദം ഉപയോഗിച്ച പരസ്യം വന്നത്. അത് നമ്മുടെ പരസ്യം കൊണ്ടുവന്ന, സാധാരണ ഇതിൽ പരസ്യം ഇങ്ങനെ നമുക്ക് പത്രങ്ങൾക്ക് ലഭിക്കുന്ന എക്സിക്യൂട്ടീവുകൾ മുഖേനയാണ്. ആ പരസ്യം കൊണ്ടുവന്ന എക്സിക്യൂട്ടീവ് ആ പരസ്യം കൊടുത്തപ്പോൾ അത് പരിശോധിച്ച് ജാഗ്രതയോടുകൂടി അതൊരു പരിശോധന എന്തുകൊണ്ടോ നടക്കാതെ പോയി. അതുകൊണ്ടാണ് ആ പരസ്യം വരാനുള്ള സാഹചര്യം. പക്ഷേ അങ്ങനൊരു സംഭവം വന്നപ്പോൾ ആ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവിനെ വിളിച്ച് ശാസിക്കുകയും അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ റെയറായി നടന്ന
ഇതുപോലെയുള്ള ഒന്നോ രണ്ടോ സംഭവത്തെ പൊതുവൽക്കരിച്ച് സാമാന്യവൽക്കരിച്ച് ആക്ഷേപിക്കാനുള്ള ഒരു വേദിയാക്കി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും പുതുതലമുറക്ക് വലിയ പ്രതീക്ഷയും ആശയും പകർന്നു നൽകിയ ഒന്നായിരുന്നു സുപ്രഭാതം സംഘടിപ്പിച്ച എജു എക്സ്പോ. എന്നാൽ നിർഭാഗ്യവശാൽ എജു എക്സ്പോയും പലവിധ ആരോപണങ്ങൾ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിരുത്തി മറ്റു പലരും ചെയ്ത പോലെ തന്നെയാണ് സുപ്രഭാതവും ചെയ്യുന്നത്, അവരും ഇവരും സുപ്രഭാതം തമ്മിൽ എന്ത് മാറ്റമാണുള്ളത് എന്നൊക്കെ രൂപത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ ആരോപണങ്ങൾ സുപ്രഭാതം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ എജു എക്സ്പോയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനെക്കുറിച്ച് എന്താണ് വിശദീകരിക്കാനുള്ളത്? ഈ സുപ്രഭാതത്തിനുള്ള എതിരെയുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ വർഷവും എജു എക്സ്പോ നടന്നു, ഇപ്രാവശ്യവും നടന്നു. SSLC പാസ്സായ കുട്ടികളെയാണ്, അതുപോലെ +2 പാസ്സായ കുട്ടികളെയാണ് ഈ എക്സ്പോക്ക് ക്ഷണിക്കുന്നത്. 2 ദിവസങ്ങളായിട്ടാണ് അന്ന് ഫസ്റ്റ് ഡേ ഞാൻ ഉച്ചവരെ പങ്കെടുത്തിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മളെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്ക് കഴിഞ്ഞ വർഷവും ഇപ്രാവശ്യവും ഇപ്പോൾ ഞാൻ നേരെ കണ്ടതാണ്, നമ്മുടെ വളണ്ടിയേഴ്സ് ആൺകുട്ടികളെ ഒരു ഭാഗത്ത്, ഓഡിറ്റോറിയത്തിൽ പെൺകുട്ടികളെ മറ്റൊരു ഭാഗത്തും വേറിട്ടാണ് ഇരുത്തിയിരുന്നത്, മിക്സാക്കി ഇരുത്തിയിട്ടില്ല. ഇതൊക്കെ ഒരേ തരം കുട്ടികളാണ്, അപൂർവം രക്ഷിതാക്കളുണ്ട്. സ്റ്റേജിൽ ഒരിക്കൽ പോലും ഒരു പെണ്ണ് അവിടെ ക്ലാസ് എടുത്തിട്ടില്ല. ശരിക്ക് സ്ത്രീകളായ എത്രയോ മോട്ടിവേറ്റ് ചെയ്യുന്ന ക്ലാസ് മറ്റും എടുക്കാൻ പറ്റിയ ആളുകളുണ്ട്, ആണുങ്ങൾ മാത്രമാണ് ക്ലാസ് എടുത്തത്. സ്റ്റേജിൽ ആണും പെണ്ണും ഇടകലർന്ന് ഇരുന്നിട്ടേ ഇല്ല. പരിപാടി ആ നിലയിൽ ഭംഗിയായി 2 ദിവസത്തെ പരിപാടി സമാപിച്ചു. എന്നാൽ ഈ ചിത്രങ്ങൾ നമ്മൾ കാണുന്ന, ഫേസ്ബുക്കിലിട്ട് ഈ ചിത്രങ്ങൾ കാണുന്നത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ ഈ എക്സ്പോയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്റ്റാളുകൾ. വിവിധ വിദ്യാഭ്യാസ ഏജൻസികളുടെ സ്റ്റാളുകൾ ഉണ്ടാവും. അവരുടെ കോഴ്സിനെ വിദ്യാർത്ഥികൾ പരിചയപ്പെടുത്തുകയാണ്. അവർക്ക് ഇവരെയാണ് അഡ്മിഷൻ കിട്ടേണ്ടത്. ഇവരുന്ന കുട്ടികൾ നിന്നാണ് അതാണ് അവർ ആ സ്റ്റാൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആ സ്റ്റാളിന് ഒരു വലിയ കാശ് കൊടുക്കും. അങ്ങനെയാണ് എക്സ്പോ നടക്കുന്നത്. 35-37 സ്റ്റാളുകളുണ്ട് കേരളത്തിനകത്തും പുറത്തുള്ള വിവിധ വിദ്യാഭ്യാസ ഏജൻസികളുടെ. ഈ സ്റ്റാൾ നടത്തുന്ന ആ സ്ഥാപനത്തിലെ ഉയർന്ന ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനികളായിരിക്കും, ഹെഡും മറ്റൊക്കെ ആയിരിക്കും. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരുടെ സ്ഥാപനത്തിൻ്റെ കോഴ്സും കാര്യവും വിശദീകരിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കാനും. ഇത്തരം ആളുകളൊക്കെ പരിപാടി കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ പരിപാടി റെക്കോർഡ് ചെയ്യുന്ന വിഷ്വൽ മീഡിയയുടെ ആളുകൾ എന്ത് വെച്ചാൽ അവരെ ഓരോരുത്തരും അഭിപ്രായം ഇങ്ങനെ ചോദിച്ചു. എങ്ങനെ ഉണ്ടാകും എക്സ്പോയെ കുറിച്ച്, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അങ്ങനെ ചെന്നിട്ട് ഓരോരുത്തർ മൈക്ക് കൊടുത്തിട്ട് ചോദിച്ചു. അതാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്ന ഒരു സ്ത്രീക്ക് മൈക്ക് ഇങ്ങനെ ഒരാൾ കൊടുക്കുന്ന ആ ചിത്രം കാണുന്നത്. അല്ലാതെ ആ സ്ത്രീകളിൽ നിന്നല്ല സ്റ്റേജിൽ കയറി മറ്റു സ്ഥലങ്ങൾ ചെയ്ത പോലെ പ്രസംഗിക്കുക, പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, ഇങ്ങനെ കൂത്താട്ടം നടത്തല്ല ചെയ്തത്. അപ്പോൾ ഓരോരുത്തർ അതിൽ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിം സ്ത്രീകളുണ്ട്. കാരണം വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികളും മറ്റുമല്ലേ. അതുപോലെ ഒരേ ഒരു പരിപാടി സ്റ്റേജിൽ ആണും പെണ്ണും ഉണ്ടായി എന്നുള്ള ഒറ്റ സംഭവം എന്ന് വെച്ചാൽ, ഒരു സ്കൂളിൽ 100% വിജയം വരിച്ച +2 കുട്ടികളെ മൊത്തം സ്റ്റേജിൽ വന്നിട്ട് അവരെ ആദരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം അവർ സ്കൂളിനായിരുന്നു എന്തോ അവിടെ നറുക്കെടുപ്പിൽ ഒരു അവാർഡ് അവർക്ക് കിട്ടി. അപ്പോൾ മൊത്തം അവർക്കൊരു മെമൻറ്റോ കൊടുക്കണം. ഇപ്പം ഇതൊക്കെ പെൺകുട്ടികളെ സ്കൂളാണ്, ഫുള്ള് പെൺകുട്ടികളാണ്. ഈ ഇത്രയും പെൺകുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു പെണ്ണാകാമായിരുന്നു, സ്ത്രീ ആകാമായിരുന്നു, വളരെ ഫിറ്റ് ആകുമായിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ത്രീകൾ അവിടെ കിട്ടാത്തതുകൊണ്ട് സ്ഥാപനത്തിലെ DGM എന്ത് ചെയ്തു വെച്ചാൽ ആ അവാർഡ് കൊടുത്തു. ഒരേ ഒരാണ് ഈ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നു, സ്റ്റേജിൽ നിറയെ പെൺകുട്ടികൾ നിൽക്കുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ മിക്സായി നമ്മൾ ഒറ്റ സംഭവിച്ച ചിത്രം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിച്ചു. പരിപാടി കഴിഞ്ഞ് പോയ അവസാനമുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവിടെ അവാർഡ് വാങ്ങിയ കുട്ടികളും ഈ സ്റ്റാൾ നടത്തിച്ച പ്രധാനപ്പെട്ട ആളുകളും ഒരുമിച്ച് നിന്നൊരു പടം എടുക്കാൻ ഒരുമിച്ച് നിന്നൊരു പടം എടുത്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, നമ്മളിപ്പോൾ ഇത് കാണുന്ന ചിത്രങ്ങളിങ്ങനെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആഭാസകരമായ കാര്യങ്ങൾ നടത്തി സ്റ്റേജിൽ വലിയ പെണ്ണും ആണും കൂടി കൂത്തരങ്ങായിരുന്നു തോന്നിപ്പോകും. ഇത് പക്ഷെ സംഭവിച്ചത് ശരിയല്ല. കാരണം ഈ പരിപാടി വൃത്തിയായി നടത്തി നമുക്ക് പരിപാടിക്ക് ശേഷം ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരു അവാർഡ് വാങ്ങി ഒരുമിച്ച് നിന്ന് പടം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചിത്രം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല.
നല്ല ജാഗ്രത കുറവ് വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എജു എക്സ്പോ നടന്ന് 3-ാമത്തെ ദിവസം അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇതിലെ കക്ഷികളൊക്കെ നേരിട്ട് ഓഫീസിൽ വിളിച്ചു വരുത്തി മാനേജ്മെൻറ്റ് ഉത്തരവാദപ്പെട്ട ആൾ വിശദമായ വിശദീകരണങ്ങൾ തേടുകയും ആ കാര്യത്തിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പറയുകയും തുടർന്ന് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തികഞ്ഞ ജാഗ്രത കുറവ് ജീവനക്കാരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇതാ സത്യം. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എജു എക്സ്പോ അങ്ങനെ ആഭാസകരമായ രീതിയിൽ ആണും പെണ്ണും ഇടകൾ നടത്തിയിട്ടില്ല. തെറ്റായ ധാരണയുള്ളത്. വളരെ മാന്യമായി അന്തസ്സായി നടത്താവുന്നതിൽ വെച്ച് ഏറ്റവും മാന്യമായ നിലയിലാണ് നമ്മൾ 2 വർഷം എജു എക്സ്പോ നടത്തിയത്. തുടർന്ന് ഇനിയും അങ്ങനെ തന്നെ നടത്തും. അതിലൊന്നും നമുക്ക് നമ്മളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ചില പ്രത്യേക ആളുകളുണ്ട്. അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണിത്. അതല്ലാതെ അങ്ങനത്തെ ഒരു ചിത്രമോ കാര്യങ്ങളോ എടുത്തു പോകാൻ ചാൻസും ഇല്ല. മറിച്ച് നമ്മളെ ജീവനക്കാരിൽപ്പെട്ട ചിലർ തന്നെ ചില ചിത്രങ്ങൾ സെലക്ട് ചെയ്ത ഒരു അഭിമാനപൂർവ്വം അത് ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ടാണ് ഇവർക്ക് ചിത്രം കിട്ടുക. അല്ലെങ്കിൽ പൊതുപരിപാടിയിലാണെങ്കിൽ ചിത്രം എല്ലാവർക്കും കിട്ടും. ഇതെല്ലാം പിരിച്ചുവിട്ട ശേഷം അവിടെയുള്ള സ്റ്റാളിൻ്റെ ആളുകളും കൂടി എടുത്ത പടങ്ങൾ, ചില പടങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നു എന്നുള്ളതാണ്. ഇതതിൻ്റെ സത്യം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോസൊക്കെ എജു എക്സ്പോ കഴിഞ്ഞ ശേഷം ആരോ എടുത്ത ഫോട്ടോ ആണ് എന്നാണ് ഉസ്താദ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം, ഔദ്യോഗികമായ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം വന്ന ഫോട്ടോസാണ് എന്നാണ് ഉസ്താദ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉറപ്പ് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ അപ്പം തന്നെ തത്സമയം ലൈവായിട്ട് പുറത്തു വരില്ലേ? കാരണം വലിയ ഓഡിറ്റോറിയത്തിൽ, മലപ്പുറത്ത് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ വലിയ ഓഡിറ്റോറിയമാണ്, പബ്ലിക് പ്രോഗ്രാമാണ്, കാര്യങ്ങളാണ്. അപ്പം തന്നെ നമ്മുടെ പ്രതിയോഗികൾ ലൈവിൽ എന്ത് ചെയ്യും? ഇങ്ങനത്തെ സംഭവങ്ങൾ, ആഭാസകരമായ ചിത്രങ്ങളും വീഡിയോസ് ഇട്ട് പുറത്തുവിടുവരെ ആർക്കും ഇടാൻ പറ്റിയിട്ടില്ലല്ലോ. കാരണം പരിപാടി പൂർണ്ണമായും നമ്മൾ പറയുന്ന ചട്ടപ്രകാരം അവസാനിപ്പിച്ച ശേഷമാണ് ഈ പറയുന്ന പടങ്ങൾ എടുക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കലും സംഭവിച്ചത്. അഭിപ്രായമാണ് ഉറപ്പായിട്ടും. ഇതൊന്നും ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി നടന്നതല്ല. ഒരിക്കലും ഭംഗിയായി പരിപാടി സമാപിച്ച ശേഷം അവിടുത്തെ വന്ന സ്റ്റാളിൻ്റെ ആളുകളും മറ്റും കൂടി നടത്തിയ പരിപാടികളാണത്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സുപ്രഭാതത്തിനെതിരെ നിറഞ്ഞു നിൽക്കുന്ന ആരോപണങ്ങൾ മുഴുവനും അടിസ്ഥാനരഹിതമാണ് എന്ന് കൃത്യമായി തെളിയിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും ആശയങ്ങളുമാണ് നമ്മുടെ സുപ്രഭാതത്തിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളായ ബഹുമാനപ്പെട്ട മുസ്തഫ മാഷ് മുണ്ടുപാറയും സത്താർ സാഹിബ് പന്തല്ലൂരും ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദൊക്കെ ഞങ്ങളോട് പങ്കുവച്ചത്. വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അസ്സലാം.